ഗുരുവായൂരിന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഈ ആനപ്പന്തിയിലേക്കാട്ടോ പോയത്. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ആനപ്പന്തിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ആനപ്പന്തിന്നും ആനക്കോട്ടാന്നും പറയും തോന്നുന്നു. ഞങ്ങൾ ആനപ്പന്തി പറഞ്ഞിട്ടാണ് പോയത്. ഈ മാപ്പിട്ട് നോക്കിയ സമയത്ത് അതിൽ ആനക്കോട്ടാന്നാണ് ഉള്ളത്. അങ്ങനെ ഇവിടെ എത്തിയത് ഏകദേശം ഒരു 9:30-10 മണിയായി കാണും. പിന്നെ ഞങ്ങളവിടുത്തെ ടിക്കറ്റ് എടുത്തപ്പം ഒരാൾക്ക് 20 രൂപയാട്ടോ ചാർജ് ആയത്. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പം ഈ ഒരു ആനനെ കണ്ടോ? ഈ ആന നമ്മളെ കാണുമ്പോൾ ഡാൻസ് കളിയാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ റീലെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് റീലൊന്നും എടുക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ വീഡിയോ മാത്രം എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ റോഡിലിറങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും, വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെയാണ് ആന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അത് പനയോല എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു, പിന്നെ അത് കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. ഇത് ഭയങ്കര ട്രെയിൻ ചെയ്ത പോലെ പാപ്പാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നുണ്ട്. അത് കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ആനപ്പിണ്ടുണ്ടല്ലോ, അത് അറിയാതെ ചവിട്ടിയ കുറേ മുടി ഉണ്ടാവും എല്ലാവരും പറഞ്ഞു കേട്ട്. പക്ഷേ ഞാനതൊക്കെ കണ്ടുപോയി. അറിയാതെ ചവിട്ടാൻ പറ്റില്ല. ഇനി ചവിട്ടിയിട്ടും കാര്യമില്ല, എൻ്റെ നനയ്ക്കാൻ പറ്റാത്ത ചെരുപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ചവിട്ടാനും പോയില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം ഈ ആനേനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. കാരണം നല്ല തണലുള്ള സ്ഥലമായിരുന്നു. കുറേ മരങ്ങളൊക്കെ ഉണ്ട്, തണുപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ട്രെയിന് 1:30-ക്കാണ് എറണാകുളത്തേക്ക് പോകേണ്ട ട്രെയിൻ. അപ്പോൾ അത്രയും സമയമുണ്ടല്ലോ. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനായപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.